ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിൽമയിലും കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. അപ്പോൾ അപേക്ഷ ഫീസൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം മിൽമയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ പത്തനംതിട്ട ഡയറിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇന്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് 2/3/2024 രാവിലെ 10:30 മുതൽ 1 മണി വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത SSLC പാസ്സായിരിക്കണം. കൂടാതെ ITI ഇലക്ട്രീഷ്യനിലുള്ള NCVT സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ 1 ഇയർ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. കൂടാതെ റെലവൻറ്റ് ട്രേഡിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും വയർമാൻ ലൈസൻസും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. SC/ST OBC വിഭാഗക്കാർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. പ്രതിമാസ വേതനം 21,000 രൂപയാണ് ലഭിക്കുന്നത്. 3 വർഷത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. പത്തനംതിട്ട ഡയറിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം പത്തനംതിട്ട തട്ടയിലുള്ള മിൽമ ഡയറിയിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. നിശ്ചിത സമയത്തിന് ശേഷം വരുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. CMD വഴിയാണ് പുതിയ വിജ്ഞാപനം വന്നിട്ടുള്ളത്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 26/2/2024 മുതലാണ്. 7/3/2024 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള BTech ഉണ്ടായിരിക്കണം. കൂടാതെ സമാന മേഖലയിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 36,750 രൂപയാണ് ലഭിക്കുക. അടുത്തത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള BTech ഉണ്ടായിരിക്കണം. കൂടാതെ സമാന മേഖലയിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. റെമ്യൂണറേഷൻ 36,750 രൂപയാണ് ലഭിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ഫോം പരിശോധിച്ചതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ മൊബൈൽ നമ്പർ വഴിയോ ഇമെയിൽ വഴിയോ ആയിരിക്കും അവർ നിങ്ങളെ അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് കേരള കാർഷിക സർവകലാശാലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തവനൂരിൽ HDV ഡ്രൈവർ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് 29/2/2024 വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം രാവിലെ 9:30 കോളേജിൽ ഹാജരാകേണ്ടതാണ്. ദിവസവേതനം 730 രൂപയാണ് ലഭിക്കുക. 59 ദിവസത്തേക്കാണ് നിയമനം നടത്തുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഡ്രൈവിംഗ് കാര്യക്ഷമത നിർണ്ണയിക്കുന്നത് സർവകലാശാല നടത്തുന്ന പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പ്രായപരിധി വരുന്നത് 36 വയസ്സ് വരെയാണ്. സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഹെവി വെഹിക്കിൾ ഡ്രൈവറെ ജോലി ചെയ്ത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മുൻഗണന നൽകുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് പ്രവൃത്തി സമയത്ത് 049426862114 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ ഈ ഒരു 2 നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.